പിന്നെ ഫൈനാൻഷ്യലി സെൽഫ് സഫീഷ്യൻറ്റ്, കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ആ രീതിയിൽ നിന്ന് മാറി അതൊരു സസ്റ്റൈനബിൾ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള 3 ഓപ്ഷൻസിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒരു ക്യൂബ സ്റ്റൈൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാർക്സിസ്റ്റ് ഇക്കോണമി, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ള നാട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുക, മുല്ലപ്പെരിയാർ ഡാം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇതിനെക്കുറിച്ച് എല്ലാ 5-10 ദിവസം ഒരു ചർച്ച നടക്കും. ഞാൻ കുറച്ച് ദിവസം ശേഷമാണ് ഇവിടെ വന്നൊരു പ്രസ് വാർത്തയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ NDA മുമ്പോട്ട് വെച്ച ഒരു മാർഗരേഖ, ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന് ഒരു മുദ്രാവാക്യം ആണ് ആ മാർഗരേഖൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ. ഞങ്ങൾ കുറച്ചു കാലമായി പറയുന്നൊരു കാര്യമാണ് വികസിത കേരളം. മറ്റൊരു കാര്യം, മാറ്റം തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ മാറ്റം, എന്താണ് ഈ വികസിത കേരളം? അതിൻ്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസാണ് ഇന്നലെ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഈ ഇലക്ഷനെ കുറിച്ചും ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള 3 ഓപ്ഷൻസിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 70 വർഷം മാറി മാറി ഭരിച്ച LDFും കോൺഗ്രസും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം BJP NDA മത്സരിക്കുന്നു. ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ വിഷൻ, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒരു ക്യൂബ സ്റ്റൈൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാർക്സിസ്റ്റ് ഇക്കോണമി ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നശിപ്പിക്കുന്ന ഒരു രീതി. അത് നമ്മൾ 10 കൊല്ലം UPA സർക്കാരിൽ കണ്ടതാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഫൈനാൻഷ്യൽ സെക്ടർ തകർന്നു കിടക്കുന്ന സ്ഥിതി, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ ബാങ്ക്രപ്സി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾക്ക് ഡെവലപ്മെൻറ്റിന് കാശില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ, ഒരു മാർക്സിസ്റ്റ് സ്റ്റൈൽ ക്യൂബ ടൈപ്പ് എക്കോണമി, അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെയാണ് ഈ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കർണാടകയിൽ നടക്കുന്നതും, അവർക്ക് 10 കൊല്ലം അവസരം കിട്ടിയപ്പോൾ അവരുടെ ഭരണശൈലിയും അവരുടെ ഇക്കണോമിക് പോളിസീസ്, അതൊരു ഓപ്ഷനായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, 12 കൊല്ലം മുമ്പേ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്ന നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, അതിൻ്റെ ഒരു കേരള വെർഷൻ, വികസിത കേരളം, അതൊരു മൂന്നാമത്തെ ഓപ്ഷൻ. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ ഭാവി, ആ വികസനം CPMൻ്റെ മാർക്സിസ്റ്റ് പോളിസീസ് ആണോ, അവർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത്? കോൺഗ്രസ് ആണോ? കോൺഗ്രസിൻ്റെ സാധ്യത എന്താണ്? നമ്മുടെ ഭാവിനെ കുറിച്ച് അവർ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവർക്ക്? BJP NDA ആണോ? അപ്പോൾ ഈ ഒരു മാർഗരേഖ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഒന്ന് വായിക്കണം. ഇത് മുഴുവൻ വായിച്ചില്ലെങ്കിലും ആദ്യത്തെ ഒരു 10 പേജെങ്കിലും വായിക്കണം. ഇതൊരു മാർജിനൽ ഇൻക്രിമെൻ്റൽ മാനിഫെസ്റ്റോ അപ്രോച്ച് അല്ല. ഇത് ശരിക്കും നാടിൻ്റെ ദിശയും ദശയും, ഇക്കണോമിക് റീബിൽഡിങ്ങും, ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു പ്ലാനാണ്, ഒരു ആർക്കിടെക്ചറാണ്, ഒരു വിഷനാണ്. ഈ വിഷൻ, ഇതിൻ്റെ ചർച്ച തുടങ്ങിയത് 3-4 മാസം മുമ്പേ ഞാനും സാബു ജേക്കബും തുഷാർ വെള്ളാപ്പള്ളിയും 5, 6, 7, 8 മീറ്റിംഗ്, 24 മണിക്കൂർ കണ്ടിന്യൂസ് മീറ്റിംഗ് ചെയ്തിട്ട് തീരുമാനിച്ച 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സ്. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റും തൊഴിൽ റെവല്യൂഷൻ. 5-10 ജോലിയല്ല, ഇത് ലക്ഷക്കണക്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട് ആവണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ മാർഗരേഖയിൽ ഒരു മൊത്തം ചാപ്റ്റർ എങ്ങനെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും ജോബ് റെവല്യൂഷൻ കൊണ്ടുവരാൻ പോകുന്നത്. രണ്ടാമത്തത്, ക്വാളിറ്റി ഓഫ് ലൈഫ്, അഫോർഡബിൾ ലിവിങ്.
ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ള നാട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുക? ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, വീടില്ല, കുടിവെള്ളമില്ല. 45% ജനങ്ങളുടെ വീട്ടിൽ കുടിവെള്ളമില്ല. PM ആയുഷ്മാൻ ചവിട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എത്രയോ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, സോഷ്യൽ വെൽഫെയർ ഇഷ്യൂസ് ജനങ്ങളെ ബാധിക്കുന്നു. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് അതിനെക്കുറിച്ച് നല്ല ചിന്തിച്ചിട്ട് അത് ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു ആധുനിക കേരളം, വികസിത കേരളം, നിക്ഷേപവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കേരളം ആക്കാൻ ആണ് നമ്മുടെ കാഴ്ചപ്പാട് എന്നെങ്കിൽ അതിന് ഒരു അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ വികസിത കേരളം, അതിനെക്കുറിച്ചൊരു ചാപ്റ്റർ, നല്ല കോംപ്രിഹെൻസീവ്, ആലോചിച്ച് ചിന്തിച്ച് എക്സ്പേർട്സിൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്റർ. പിന്നെ ഫൈനാൻഷ്യലി സെൽഫ് സഫീഷ്യൻറ്റ്, കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ആ രീതിയിൽ നിന്ന് മാറി അതൊരു സസ്റ്റൈനബിൾ പ്രോസസ്സ് അല്ല. ഇന്നിപ്പോൾ 6 ലക്ഷം കോടി വരെ കടം എത്തുന്നു. ഇത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ സ്റ്റേറ്റിനെ നന്നായി ഗവർൺ ചെയ്ത് നല്ല ഗ്രോത്ത് കൊണ്ടുവന്ന് ഒരു ഫൈനാൻഷ്യൽ സഫീഷ്യൻറ്റ് സ്റ്റേറ്റ് ആക്കുക? പിന്നെ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിൽ കുറേ കൊല്ലമായി പരിഹരിക്കാത്ത വലിയ പ്രശ്നങ്ങളുണ്ട്. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, മുല്ലപ്പെരിയാർ ഡാം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ഇതിനെക്കുറിച്ച് എല്ലാ 5-10 ദിവസം ഒരു ചർച്ച നടക്കും, പിന്നെ അത് മറക്കും, പിന്നെ ഒരു സൈക്കിൾ അത് തുടങ്ങും. എങ്ങനെയാണ് അതിനൊരു പെർമനൻ്റ് ആയിട്ട് ഒരു പരിഹാരം, പൊളിറ്റിക്കൽ ഇക്കണോമിക് പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ഈ ഒരു മാർഗരേഖയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വ്യാജ ഗ്യാരൻറ്റീസും അവരുടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഡീല്, FCRA, അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന നാട്ടുകാരും മാധ്യമ സുഹൃത്തുക്കളും, ഇത് നാടിൻ്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ആർക്കിടെക്ചറും ബ്ലൂ പ്രിൻ്റാണ്. ഇതൊന്ന് വായിക്കണം, പഠിക്കണം. ഇത് പഠിച്ച് വായിച്ച് ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി.